മോനെ സിബിനെ ചെന്നൈ എയർപോർട്ടിൽ വെച്ച് കണ്ടതാ, സിബിനെയും മറ്റേ ബെഡായി ആര്യയും കൂടെ. അപ്പൊ ഈ പുള്ളി എന്നോട് വന്ന് കണ്ട് സംസാരിച്ച് ഒരു സോറിയൊക്കെ പറഞ്ഞിങ്ങനെ എന്തുകൊണ്ടച്ചാന്നൊക്കെ വിശേഷം എന്നൊക്കെ ചോദിച്ചു. സിബിനും ജാസ്മിന്റെ പി ആർ ഒക്കെ എടുത്ത് പൊരിഞ്ഞടി കുറച്ച് ആളുകളായിട്ട് നടന്നിരിക്കുന്നതാണ്. അപ്പൊ ഈ ഒരു സംഭവം ഇങ്ങനെ നടന്നിരിക്കുന്നതിന് ഇടയ്ക്ക് ഞാൻ ഈ ജാസ്മിന്റെ പി ആർ എന്ന് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ജെനുവിൻ ആയിട്ട് ബിഗ് ബോസ് കാണുന്ന ആൾക്കാരിൽ അധികം ജാസ്മിന്റെ ഫാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഭൂരിഭാഗം പി ആർ ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിരിക്കണം. കാര്യം അധികം രീതിക്ക് ഭയങ്കര രീതിക്കുള്ള ഫാൻസ് ഉണ്ടാവാൻ മാത്രമുള്ള എന്തെങ്കിലും കാര്യം ജാസ്മിനോട് ചെയ്തിട്ടുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഭൂരിഭാഗം നെഗറ്റീവ് ആയിട്ടുള്ള പബ്ലിസിറ്റിയാണ് ജാസ്മിൻ അവിടെ ഉണ്ടാക്കിയിരിക്കണം. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ ഒരു പി ആറും ജാസ്മിന്റെ പി ആറും അതേപോലെ തന്നെ സിബിനുമായിട്ടുള്ള ഈ ഒരു പ്രശ്നം ഇങ്ങനെ നടന്നിരിക്കുന്നതിന് ഇടയ്ക്കാണ് ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ജാസ്മിന്റെ വാപ്പയായിട്ടുള്ള ഈ ജാഫർക്കയും അതേപോലെ സിബിനായിട്ടുള്ള ഒരു ഫോട്ടോ വരുന്നത്. അപ്പൊ ഇവർ എയർപോർട്ടിനകത്ത് വെച്ചെടുത്ത ഫോട്ടോയാണ്. ജാസ്മിന്റെ വാപ്പയും അതേപോലെ തന്നെ ജാസ്മിന്റെ ഉമ്മയൊക്കെ ആയിട്ട് നിൽക്കുന്ന ഫോട്ടോയാണ്. അപ്പൊ ഞാൻ ആ ഫോട്ടോ കൂടെ സൈഡിൽ കൊടുക്കുക. അപ്പൊ ഈ ഒരു ഫോട്ടോ വന്നപ്പോഴത്തേക്കും അതിന്റെ ഇടയിൽ ക്യാപ്ഷൻ സിബിൻ കൊടുത്തേച്ചത് ഇങ്ങനെയാണ്, അതായത് പൊട്ടാനുള്ള ഒരു ഫാമിലി പിക്ക്, പൊട്ടാനുള്ള കുരുവൊക്കെ പൊട്ടട്ടെ എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അടി ക്യാപ്ഷനെ കൊടുത്തേക്കണം. അപ്പൊ ഈ ഒരു ഫോട്ടോ കണ്ടപ്പോഴത്തേക്കും പെട്ടെന്ന് ആദ്യം തോന്നിയേ ഇവർ തമ്മിൽ പ്രശ്നമൊന്നുമില്ലേ. കാര്യം ഇപ്പൊ ജാസ്മിനെ പറ്റിയിട്ടും അതേപോലെ ജാസ്മിന്റെ പി ആറിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് ചീത്തയും കാര്യങ്ങളൊക്കെ സിബിൻ തന്നെ പറഞ്ഞിട്ടുണ്ടേ. അപ്പൊ ഈ ഒരു സംഭവമൊക്കെ കേട്ടിട്ടും ഇവർ തമ്മിൽ പ്രശ്നമൊന്നും ഇല്ലേ, അപ്പൊ അത് നല്ലൊരു ഇതായാലോ, ഹാപ്പി എൻഡിങ് പോലെയൊക്കെ ആയാലോ എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഇപ്പൊ നമ്മുടെ ജാഫർ ഇക്കാന്റെ ഒരു ഓഡിയോ വന്നേക്കണാണ്. അതായത് ജാസ്മിന്റെ ഫാൻസിന്റെ ഗ്രൂപ്പിനകത്തൊക്കെ വന്ന ഓഡിയോ എന്നൊക്കെ കേട്ട. അപ്പൊ ആ ഒരു ഓഡിയോ വന്നേക്കണേ. അപ്പൊ നമുക്ക് ആദ്യം ആ ഓഡിയോ ഒന്ന് കേട്ടു. മോനെ സിബിനെ ചെന്നൈ എയർപോർട്ടിൽ വെച്ച് കണ്ടതാ, സിബിനെയും മറ്റേ ബെഡായി ആര്യയും കൂടെ. അപ്പൊ ഈ പുള്ളി എന്നോട് വന്ന് കണ്ട് സംസാരിച്ച് ഒരു സോറിയൊക്കെ പറഞ്ഞിങ്ങനെ എന്തുകൊണ്ടച്ചാന്നൊക്കെ വിശേഷം എന്നൊക്കെ ചോദിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച്, ശരി ഞാൻ ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എടുത്തോ, അതിനെന്താ ഫോട്ടോ എടുക്കുന്നതിനെന്താ. അങ്ങനെ അതിൽ സിബിനും ഞാനും ഞങ്ങളൂടെ നിൽക്കുന്ന ഫോട്ടോയെ അതിൽ ഇട്ടിട്ടില്ലെന്ന് തോന്നുന്നു. ആര്യയും ഞങ്ങൾ എല്ലാവരും കൂടെ എടുത്ത ഒരു ഫോട്ടോയും ഉണ്ട്. അപ്പം നമ്മുടെ ഗ്രൂപ്പിനെ പുള്ളി എന്നോട് പറഞ്ഞത് ജാസ്മിൻ്റെ ഗ്രൂപ്പ് അല്ല ഈ ഇത് ചെയ്യുന്നത്, വേറെ ഗ്രൂപ്പിൽ നിന്ന് ആൾ വന്നാൽ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇട്ടത്. പക്ഷെ അന്നേരം പുള്ളി ഇട്ടതെന്ന് പറഞ്ഞാൽ കുരു പൊട്ടുന്നവർ പൊട്ടട്ടെ എന്നാ. അത് കഴിഞ്ഞ് പുള്ളി അത് ഓപ്ഷൻ മാറ്റിയിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അതൊന്നും എനിക്കോ നമ്മുടെ ഗ്രൂപ്പിനോ ഒന്നും ബാധകമല്ല. പുള്ളി വന്ന് ചോദിച്ച് ക്ഷമയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ റിപ്പോർട്ട് കൊടുക്കാൻ കൊടുത്തേ ഉള്ളൂ. ഇത് ഗ്രൂപ്പിലിട്ടേരെ. ഓക്കെ, അപ്പൊ ജാസ്മിന്റെ വാപ്പ ഇവിടെ പറയണതെന്ന് പറഞ്ഞാൽ സിബിൻ അത് ആ ഒരു സോറിയൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ ഈ ഒരു ഫോട്ടോ എടുക്കാനായിട്ട് ചെല്ലണേന്ന്. അതായത് ഇപ്പൊ ഞങ്ങളൊരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് അങ്ങോട്ട് ചോദിച്ചിട്ട്, അതേപോലെ തന്നെ ക്യാപ്ഷനൊക്കെ ആ ടൈമിനകത്ത് വേറെ ആയിരുന്നു, പിന്നെ അത് മാറ്റിയതാണ് എന്നുള്ള രീതിക്കൊക്കെയാണ് ഇവിടെ ജാഫർക്ക് പറയുന്നത്. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഇവർ തമ്മിലുള്ള പ്രശ്നം ഒന്നും തീർന്നിട്ടില്ല. അതായത് ഞാൻ ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് അങ്ങോട്ട് ചോദിച്ചിട്ട് ഒരു സോറിയൊക്കെ പറഞ്ഞു. അപ്പൊ ഈ ഒരു സോറി പറയണമെങ്കിൽ അപ്പൊ സിബിൻ പറഞ്ഞതിൽ എവിടെയെങ്കിലും തെറ്റുണ്ടെന്ന് സിബിന് തോന്നിയാ സോറി പറയാനായിട്ട്? കാര്യം നമ്മൾ പറഞ്ഞതിനകത്തൊരു തെറ്റുണ്ടെങ്കിലാണല്ലോ നമ്മൾ സോറി പറയേണ്ട കാര്യമുള്ളൂ. അല്ലെങ്കിൽ അപ്പുറത്തൊരാളെ നമ്മൾ അത്രയും ഹെർട്ട് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് തോന്നണം. നമ്മളൊരു തെറ്റ് ചെയ്യാത്തടത്തോളം കാലം നമ്മൾ സോറി പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. അപ്പൊ എന്തിനാണ് സിബിൻ ഈ സോറി പറയാനൊക്കെ നിന്നത്? പിന്നെ ഈ സിബിനെ എനിക്ക് ഈ സിബിൻ പറയുന്ന പല കാര്യങ്ങളും ഇപ്പൊ ഈ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടാണെങ്കിലും സിബിൻ പറയണതിന് അതൊക്കെ എനിക്ക് വിയോജിക്കുന്ന പല കാര്യങ്ങളും ഉണ്ട്. കാര്യം സിബിൻ പറയുന്നതിനകത്ത് ഇപ്പൊ സിബിൻ അതിന്റെ ഉള്ളിൽ നിന്നപ്പോൾ എനിക്ക് സിബിൻ ഇഷ്ടമാണ്. പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ സിബിന്റെ പറയുന്നതിനകത്തൊന്നും ഒരു ക്ലാരിറ്റി ഇല്ലാത്ത പോലെയും പലതും എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നും പറഞ്ഞിട്ട് ഈ ജാസ്മിന്റെ ഫാൻസ് എല്ലാവരും നല്ല അഴുകാരാണെന്ന് അങ്ങനെ ഒന്നുമല്ല ഞാൻ പറയുന്നത്. ജാസ്മിന്റെ ഫാൻസ് ആണെങ്കിലും ഈ ഫാൻസ് നല്ല ജാസ്മിന്റെ പി ആർ എന്ന് പറയാനാണ് എനിക്ക് കുറേം കൂടി ഇഷ്ടം. കാര്യം ആ ഒരു പി ആർ ആയിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. ഇനി ഈ സിബിനും അതേപോലെ ആര്യബടായും അതേപോലെ ഇപ്പൊ ഇവരൊക്കെ ഇരുന്നിട്ട് സംസാരിക്കുന്ന ഒരു ഓഡിയോ പോലത്തെ ഒരു സംഭവം വന്നിട്ടുണ്ട്. അത് ഇത്തിരി ക്ലിയർ ആയിട്ട് കേൾക്കണം. അപ്പൊ നമുക്ക് അതും കൂടെ ഒന്ന് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് പറയണതെന്ന് പറഞ്ഞാൽ ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാവാത്തവർക്ക് വേണ്ടി പറഞ്ഞാൽ ദിയാസനയാണ് ജാസ്മിന്റെ പി ആർ എന്നുള്ള രീതിക്കാണ് പറയുന്നത്. ഈ ദിയാസന എന്ന് പറഞ്ഞാൽ ഇപ്പൊ ജാസ്മിനെ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്തിട്ടാണ് പുള്ളിക്കാരി വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യാറ്. അപ്പൊ ആ ഒരു ഇത് വെച്ചിട്ടായിരിക്കാം ഇവർ പറഞ്ഞത് ദിയാസനയാണ് ജാസ്മിന്റെ പി ആർ. അല്ലെങ്കിൽ ഇവർക്ക് വല്ല തെളിവും കിട്ടിയോ എന്നൊന്നും അറിയില്ല. പക്ഷെ എന്താണെങ്കിൽ ഇവരങ്ങനെ പറഞ്ഞു. അപ്പൊ ഈ ഒരു പി ആർ ജാസ്മിന് ഉണ്ട് എന്നുള്ള ഒരു കാര്യം ഉറപ്പാണ്. അതിപ്പോ എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ എന്നാലും ജാസ്മിന് കുറേയും കൂടെ ഇത്രയും കൂടെ സ്ട്രോങ് ആണെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. കാര്യം ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഇടുമ്പോഴാണെങ്കിലും അതിന്റെ ഇടയിലേക്ക് വരുന്ന കമന്റിൽ നിന്നൊക്കെ തന്നെ നമുക്ക് മനസ്സിലാവും.
മനസ്സിലാവും. അപ്പൊ ഈ ഒരു സംഭവം കണ്ടിട്ട് എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞാൽ സിബിൻ ഈ ഒരു ഫോട്ടോ ഇടാൻ വേണ്ടിയിട്ട് അത് കാര്യം അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി. ഇപ്പൊ നമ്മൾ നോർമലായിട്ട് ഇപ്പൊ നമ്മൾ അവരായിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ നിൽക്കുമ്പോഴത്തേക്കും നമ്മളൊരു ഫോട്ടോ എടുത്താൽ അതാണ് കുറെ കൂടി ജെന്യുവിൻ. ഇത് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞങ്ങൾ തമ്മിൽ അങ്ങനെ പ്രശ്നമൊന്നുമില്ല, PR-കളൊക്കെ അവിടെ കിടന്ന് കരയട്ടെ, കുരു പൊട്ടട്ടെ എന്നുള്ള രീതിക്കൊക്കെ, അതായത് ഇവരുടെ തന്നെ ഫാൻസിനെ, അതായത് ജാഫ്രിക്ക ആണെങ്കിൽ അവിടെ മറ്റേ ജാസ്മിന്റെ ഫാൻസിന്റെ ഹെഡ് പോലെയൊക്കെയാണ്. അപ്പൊ ആ പുള്ളിക്കാരന്റെ ഫാൻസിനെയൊക്കെ ഒരുമാതിരി കുരു പൊട്ടിക്കുന്ന രീതിക്ക് ആ ഒരു ഫോട്ടോ എടുത്തിട്ട് എന്നിട്ട് ലാസ്റ്റ് ഇപ്പൊ എന്തൊക്കെയോ ഗ്രൂപ്പിനകത്ത് പ്രശ്നമായി എന്നൊക്കെ തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ജാഫ്രിക്കയ്ക്ക് ഇതേപോലത്തെ ഒരു ഓഡിയോ ഒക്കെ ഇടേണ്ട വന്നത്. അപ്പൊ എന്തായാലും ഇതൊക്കെ അനാവശ്യമായിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നി. ആ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പിന്നെ ആര്യബഡയുടെ കാര്യമൊക്കെ കൂടെ പറയണമെന്ന് പറഞ്ഞാൽ ആര്യബഡായി ഈ സിബിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഈ ഒരു വിഷയത്തിനകത്ത് മുഴുവൻ നിന്നയച്ചത്. അപ്പൊ അവരെന്തായാലും സിബിനെ സപ്പോർട്ട് ചെയ്ത് അപ്പൊ അവരെ ഒപ്പം ഉണ്ടായി. അതുകൊണ്ട് അവരെയും കൂടെ ചേർത്ത് ഫോട്ടോ എടുത്തിട്ട് അവരുടെ കൂടെയുള്ള ഫോട്ടോ ഒന്നും സിബിൻ ഇട്ടില്ല. സിബിനാണെങ്കിൽ ജാസ്മിന്റെ ഫാമിലിയുടെ കൂടെ നിൽക്കണം, സിബിൻ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഫോട്ടോ മാത്രം എടുത്തിട്ട്. അപ്പൊ അതിനൊക്കെ എന്താണാവോ അതിന്റെ പുറകിനകത്തുണ്ടായ പ്ലാൻ എന്നൊന്നും എനിക്ക് മനസ്സിലാവുള്ളൂ. പക്ഷെ എന്തൊക്കെയോ പ്ലാൻ ഉണ്ടെന്നാണ് ഇതൊക്കെ കാണുമ്പോഴത്തേക്കും തോന്നുന്നത്. അപ്പൊ എന്താണ് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റാത്ത കാര്യത്തിൽ വീഡിയോ കാണുന്നവർക്ക്